ഹായ് എവരിവൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടുവിലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകളാണ്. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ചാപ്റ്റർ 8 ദാറ്റ് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. സോ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്? അതായത് വാക്വത്തിലും ഡൈഇലക്ട്രിക്കിലും കണ്ടുവരുന്ന, അതായത് വാക്വത്തിലും ഡൈഇലക്ട്രിക്കിലും ഉണ്ടാകുന്ന കറണ്ടാണ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്നത്. സോ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് is the current which comes into play in vacuum and dielectric when electric field is varying with time. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിനുള്ള ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന്. സോ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഐ ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 d∅/dt. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് മാക്സ്വെൽ ഇക്വേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആംബിയേഴ്സ് ലോയിനെ മാക്സ്വെൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണത് ആംബിയർ മാക്സ്വെൽ ഇക്വേഷൻ എന്നറിയപ്പെടാൻ തുടങ്ങിയത്. സോ എന്തായിരുന്നു ആംബിയേഴ്സ് ലോ? ആംബിയേഴ്സ് ലോ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു ഐ എന്നായിരുന്നു. ആ മ്യൂ 0 ഇൻറ്റു ഐ എന്നതിനെ മാക്സ്വെൽ മോഡിഫൈ ചെയ്തപ്പോൾ എന്തായി, ഐ സി പ്ലസ് ഐ ഡി എന്നായി പറയും. അതായത് കണ്ടക്ഷൻ കറണ്ടും അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും അവിടെ ആഡ് ചെയ്യപ്പെട്ടു. ഓക്കെ, സോ മോഡിഫൈഡ് ആംബിയേഴ്സ് ലോ പറയുന്നതാണ്, മോഡിഫൈഡ് ആംബിയർ ഇക്വേഷൻ അല്ലെങ്കിൽ ആംബിയർ മാക്സ്വെൽ ഇക്വേഷൻ പറയുന്നതാണ് ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു ഐ സി പ്ലസ് ഐ ഡി. അതിൽ ഐ ഡി എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് കറണ്ടാണ്. അതിനുള്ള ഇക്വേഷനാണ് നമ്മൾ പറഞ്ഞത് എപ്സിലോൺ 0 d∅/dt. ഇതിനാണ് ആംബിയർ മാക്സ്വെൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അതേപോലെ തന്നെ ആ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമാണ് മാക്സ്വെൽസ് ഇക്വേഷൻസ്. മാക്സ്വെൽസിന്റെ 4 ഇക്വേഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ആദ്യത്തേതാണ് ഗോസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. എന്തായിരുന്നു അത്? ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ അല്ലെങ്കിൽ q/ε0. രണ്ടാമതാണ് ഗോസ് ലോ ഇൻ മാഗ്നറ്റിസം, ഗോസ് തിയറം ഇൻ മാഗ്നറ്റിസം. ദാറ്റ് ഈസ് ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു 0. മൂന്നാമത്തതാണ് ഫാരഡേസ് ലോ, ദാറ്റ് ഈസ് ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മൈനസ് d∅/dt. നാലാമത്താണ് നമ്മളിപ്പോൾ പറഞ്ഞ ആംബിയർ മാക്സ്വെൽ ഇക്വേഷൻ, ദാറ്റ് ഈസ് ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു ഐ സി പ്ലസ് ഐ ഡി. അതായത് ഐ ഡിയുടെ സ്ഥാനത്ത് മ്യൂ 0 ഇൻറ്റു ഐ സി പ്ലസ് എപ്സിലോൺ 0 d∅/dt. ദാറ്റ് ഈസ് ആംബിയർ മാക്സ്വെൽ ഇക്വേഷൻ. മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് ഈ ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ഈ ചാപ്റ്ററിന്റെ പേര് പോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് ഒരു സ്ട്രക്ചറാണ്. അതായത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഫിഗർ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നീലയിൽ കാണിച്ചിരിക്കുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ്, മഞ്ഞയിൽ കാണിച്ചിരിക്കുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡ്. സോ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇലക്ട്രിക് ഫീൽഡും അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഇത് രണ്ടും ആ ഡയറക്ഷൻ ഓഫ് ആ വേവിന്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് ഇവ രണ്ടും എന്താണ്, ഇത് രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, യെസ്. നെക്സ്റ്റ്, അടുത്തതാണ് അത് എങ്ങനെയാണ് ഈ ചിത്രം ശരിക്കും കാണിക്കുന്നത്, എങ്ങനെയാണ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ജനറേറ്റ് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു ചിത്രം കാണിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡും അതേപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡും എന്താണ്, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞു. അതും മാത്രമല്ല, ഇവിടെ ഈ ഇലക്ട്രിക് ഫീൽഡ് ആയിക്കോട്ടെ മാഗ്നറ്റിക് ഫീൽഡ് ആയിക്കോട്ടെ എന്താണ്, ടൈം വേരിയിങ് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് സമയത്തിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ ഒരു ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ടൈമിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡിൽ വേരി ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയും അതേപോലെ മാഗ്നറ്റിക് ഫീൽഡിന് വേരിയേഷൻ സംഭവിക്കുമ്പോൾ തിരിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ ജനറേറ്റ് ചെയ്യുകയും തിരിച്ച് ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് തിരിച്ചൊരു മാഗ്നറ്റിക് ഫീൽഡിനെയും ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, റീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ജനറേറ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സോ അതിന്റെ ഒരു തിയറിറ്റിക്കൽ എക്സ്പ്ലനേഷൻ ആണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. വാട്ട് ഈസ് ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, ഹൗ ഇറ്റ് ഈസ് പ്രൊപ്പഗേറ്റഡ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്നാണ്. ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് കൺസിസ്റ്റ് ഓഫ് എ വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ആസ് വെൽ ആസ് എ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദ സെയിം ഫ്രീക്വൻസി. And electric field and magnetic field are mutually perpendicular to each other, and also they are perpendicular to the direction of propagation of the wave. Electric field magnetic field mutually perpendicular ആയിരിക്കും. അത് കൂടാതെ ഇത് രണ്ടും എന്തിന് perpendicular
പെർപെൻഡിക്കുലർ ആയിരിക്കും ഈ വേവ് മൂവ് ചെയ്യുന്ന ആ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവിനും ഇത് എന്തായിരിക്കും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ദെൻ ഇതിൽ വേറൊരു ചോദ്യവും കൂടിയുണ്ട്. എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്നതിനുള്ള ഉത്തരമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതേപോലെ തന്നെ ഹൗ ഇറ്റ് ഈസ് പ്രൊപ്പഗേറ്റഡ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്, അതിനുള്ള മറുപടിയാണിത്. എങ്ങനെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ടൈം വേരിയിങ് ഒരു വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് എന്തിന് ജനറേറ്റ് ചെയ്യും? ഗിവ് റൈസ് ടു എ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ്. അതേപോലെ തന്നെ ഒരു വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് തിരിച്ചെന്തുണ്ടാകും? ഒരു വേരിയിങ് ഇലക്ട്രിക് ഫീൽഡിനെയും ഉണ്ടാക്കും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? റീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ത് ചെയ്യുന്നത്? പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് വളരെ സ്ഥിരമായിട്ട് ചോദിച്ച് കണ്ടുവരാറുള്ള ഒരു ചോദ്യങ്ങളിൽ ഒന്നാണ് ഈ ചാപ്റ്ററിൽ നിന്നും. ഓക്കെ, സോ ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, യെസ്, പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ പ്രധാന പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കിയിരിക്കണം. കാരണം ഇത് ഒരു 5 സ്റ്റാർ റേറ്റഡ് ചോദ്യം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയധികം തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഈ തവണയും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ദേ ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ആക്സിലറേറ്റഡ് ചാർജസ്. ഒരു ആക്സിലറേറ്റഡ് ചാർജസിൽ നിന്നുമാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് ട്രാൻസ്വേഴ്സ് നേച്ചറാണ്. ബിക്കോസ് അവർ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ഒരു ഈ പറഞ്ഞ പോലെ ക്രസ്റ്റ് ആൻഡ് ട്രഫ്സ് ഉണ്ടായിക്കൊണ്ട്, അതായത് ഒരു ട്രാൻസ്വേഴ്സ് നേച്ചറിലാണ് അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നമ്മുടെ ഈ സ്ലൈഡിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് മേ ബി നിങ്ങൾക്ക് എന്തെന്ന് പറയാം? ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണെന്ന് പറയാം. അതേപോലെ തന്നെ നെക്സ്റ്റ്, ദേ ഡു നോട്ട് റിക്വയർ എനി മെറ്റീരിയൽ മീഡിയം ഫോർ ദിയർ പ്രൊപ്പഗേഷൻ. നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് ഒരു മെറ്റീരിയൽ മീഡിയത്തിന്റെ ആവശ്യമില്ല. കാരണം സൂര്യനിൽ നിന്നും വരുന്നത് ഒരുപാട് ദൂരം വാക്വത്തിലൂടെ സഞ്ചരിച്ചിട്ടാണ് നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നത്. സോ ദേ ഡു നോട്ട് റിക്വയർ എനി മെറ്റീരിയൽ മീഡിയം ഫോർ ദിയർ പ്രൊപ്പഗേഷൻ. നാലാമത്തെ velocity of an electromagnetic wave in air is given by c is equal to 1 by under root mu 0 epsilon 0. അതിന്റെ വാല്യൂ, അതായത് എയറിലത്തെ കാര്യമാണ് പറയുന്നത്. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ എയറിലെ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് c is equal to 1 by under root mu 0 epsilon 0. അതേപോലെ തന്നെ അതിന്റെ വാല്യൂ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം, 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അതേപോലെ തന്നെ അഞ്ചാമതാണ് വെലോസിറ്റി ഓഫ് എൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻ മെറ്റീരിയൽ മീഡിയം. ഇവിടെ എയറിലായിരുന്നു, അടുത്ത ഒരു മെറ്റീരിയൽ മീഡിയത്തിലെ കേസാണ് പറയുന്നത്. മെറ്റീരിയൽ മീഡിയത്തിലാവുമ്പോൾ അതിൻ്റെ വാല്യൂ വരുന്നത് c is equal to 1 by under root mu epsilon എന്നായിരിക്കും വരുന്നത്. mu 0 വരില്ല കേട്ടോ, കാരണം അതൊരു മെറ്റീരിയൽ മീഡിയമാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്താണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഒബേ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ. അതായത് രണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവുകൾ വന്ന് കൂടിച്ചേരുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന വേവ് എന്തായിരിക്കും? ഈ രണ്ട് വേവിന്റെയും എന്താണ് റിസൾട്ടന്റ് വേവ് ആയിരിക്കും അവിടുന്ന് ജനറേറ്റ് ചെയ്ത് പോകുന്നത്. ഇതാണ് എന്തെന്ന് പറയുക? പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ത് ഒബേ ചെയ്യുന്നുണ്ട്? പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ ഒബേ ചെയ്യുന്നുണ്ട്. അടുത്താണ് റിലേറ്റീവ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് റിലേറ്റഡ് ബൈ ദ ഇക്വേഷൻ C is equal to E/B. അതേപോലെ തന്നെ എട്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ദേ ഷോ പ്രോപ്പർട്ടീസ് ലൈക്ക് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഇന്റർഫറൻസ്, ഡൈഫ്രാക്ഷൻ ആൻഡ് പോളറൈസേഷൻ എക്സെട്ര. അതേപോലെ തന്നെ ദേ ഓൾസോ ഹാവ് ദ എബിലിറ്റി ടു ക്യാരി എനർജി ഫ്രം വൺ പോയിന്റ് ടു അനദർ. സോ ഈ 9 പ്രോപ്പർട്ടീസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് ആണ്. ഇതെന്തായാലും നോക്കിയിട്ടുണ്ടാവണം. ഓക്കെ, മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് അടുത്തതാണ് 7 ടൈപ്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. അതായത് എത്ര ടൈപ്പ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉണ്ട്? 7 ടൈപ്പ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഏതെല്ലാമാണ് ആ 7 ടൈപ്പ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്? ഫസ്റ്റത്തേതാണ് റേഡിയോ വേവ്സ്, രണ്ടാമത്തതാണ് മൈക്രോവേവ്സ്, മൂന്നാമത്തതാണ് ഇൻഫ്രാറെഡ് വേവ്സ്, നാലാമത്തതാണ് വിസിബിൾ ലൈറ്റ്. ഇതാണ് നമ്മൾ കാണുന്ന ലൈറ്റുകൾ. ഓക്കെ, അതേപോലെ തന്നെ അഞ്ചാമത്തതാണ് അൾട്രാ വയലറ്റ്, ആറാമത്തതാണ് ഇൻഫ്രാ എക്സ്റേസ്, ഏഴാമത്തതാണ് ഗാമ റേസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ ഇതിനെ വിളിക്കുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്നാണ് വിളിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ഒന്നില്ലെങ്കിൽ ഫ്രീക്വൻസി കൂടി വരുന്ന ക്രമത്തിൽ, അല്ലെങ്കിൽ ആ വേവ് ലെങ്ത് കൂടി വരുന്ന ക്രമത്തിലായിരിക്കും ഇവ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവയെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. നമ്മളിവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ശരിക്കും വിസിബിൾ ലൈറ്റിൽ നമ്മൾ കാണുന്ന എത്ര കളറുകളാണ്? 7 കളറുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതൊക്കെയാണത്? റെഡ്, അത് നമ്മുടെ വിബ്ജിയോർ, വിബ്ജിയോർ, 7 കളറുകൾ നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് ഈസ് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അതേപോലെ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ വേവ് ലെങ്ത് കൂടി വരുന്ന ക്രമത്തിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് വേവ് ലെങ്ത് ഏറ്റവും കുറവായിരിക്കാണ്
ഗാമ റേഡിയേഷൻസിനാണ് ഏറ്റവും കുറവ്. അതേപോലെ ഏറ്റവും കൂടുതലായിരിക്കും അപ്പോൾ റേഡിയോ വേവ്സിനായിരിക്കും ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് കേട്ടോ. മറക്കരുത്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുക, റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്ത് വരുന്ന ഒരു രീതിയിലാണ്. റേഡിയോ വേവ്സിന് ഫ്രീക്വൻസി കുറവാണ്, ഫ്രീക്വൻസി ഏറ്റവും കൂടുതലായിരിക്കാണ് ഗാമ റേഡിയേഷൻസിനാണ്. അതുകൊണ്ടാണ് ഗാമ റേഡിയേഷൻസ് ഈ തുളച്ച് കയറാനുള്ള ശേഷി, അതായത് ഈ പറഞ്ഞ പോലെ പെനിട്രേറ്റിംഗ് പവർ ഏറ്റവും കൂടുതലായിരിക്കാണ് ഗാമ റേഡിയേഷൻസ് ആണ്. ബിക്കോസ് ഗാമ റേഡിയേഷൻസിന് ഫ്രീക്വൻസി എന്നാണ് വളരെ കൂടുതലാണ്. നെക്സ്റ്റ്, ഇനി ഓരോ റേഡിയേഷൻസിൻ്റെയും പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് നമ്മൾ നോക്കുന്നത്. റേഡിയോ വേവ്സിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. റേഡിയോ വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആക്സിലറേറ്റഡ് ചാർജസിൽ നിന്നുമാണ് റേഡിയോ വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ റേഡിയോ ടെലിവിഷൻ കമ്മ്യൂണിക്കേഷന് ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ ഫ്രീക്വൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചേരുംപടി ചേർക്കുക അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ഈ സെക്ഷനിൽ നിന്ന് ഉറപ്പായും ഒരു 3 to 4 മാർക്കിൻ്റെ ചോദ്യം എന്തായാലും വരും കേട്ടോ. റേഡിയോ വേവ്സിൻ്റെ ഫ്രീക്വൻസി വരുന്നത് 50 kHz മുതൽ 1000 MHz വരെയാണ്. അതേപോലെ തന്നെ TV വേവ്സിൻ്റെ ഫ്രീക്വൻസി 54 MHz മുതൽ 890 MHz വരെയാണ്. ലാസ്റ്റ് വൺ FM റേഡിയോയുടെ ആണെങ്കിൽ 68 MHz മുതൽ 108 MHz വരെയാണ്. ഇത്രയുമാണ് റേഡിയോ വേവ്സിൻ്റെ പ്രത്യേകതകൾ. അടുത്താണ് മൈക്രോവേവ്സിൻ്റെ പ്രത്യേകതകൾ. മൈക്രോവേവ്സിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ട്. മൈക്രോവേവ് ഷോർട്ട് വേവ് ലെങ്ത് വേവ്സ് ആണ് മൈക്രോവേവ്. അപ്പോൾ ഏറ്റവും ഷോർട്ടായിട്ടുള്ള വേവ് ലെങ്ത് ഉള്ളതായിരിക്കാണ് മൈക്രോവേവ്സിനാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഫ്രീക്വൻസി GHz റേഞ്ചിലാണ്. അതേപോലെ തന്നെ ദേ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ സ്പെഷ്യൽ വാക്വം ട്യൂബ്സ് കോൾഡ് ക്ലിസ്ട്രോൺ, മാഗ്നറ്റ്രോൺസ് ആൻഡ് ഗൺ ഡയോഡ്സ്. അതായത് ഇത് ചോദ്യം വരുന്നത് ഇങ്ങനെയായിരിക്കും. ചിലപ്പോൾ ക്ലിസ്ട്രോൺ അല്ലെങ്കിൽ മാഗ്നട്രോൺസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ്സ് ഏതാണെന്നായിരിക്കും ചോദ്യം വരാൻ പോകുന്നത്. അത് മൈക്രോവേവ്സ് ആണ്. അതേപോലെ അടുത്തതാണ് ദേ ആർ യൂസ്ഡ് ഫോർ റഡാർ ആൻഡ് എയർക്രാഫ്റ്റ് നാവിഗേഷൻ. റഡാർ എയർക്രാഫ്റ്റ് നാവിഗേഷൻ ഉപയോഗിക്കുന്നത് മൈക്രോവേവ്സ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് മൈക്രോവേവ്സിനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. എന്തായാലും പഠിച്ചിരിക്കണം ഓരോ വേവിൻ്റെയും പ്രത്യേകതകൾ. നെക്സ്റ്റ്, അടുത്താണ് ഇൻഫ്രാറെഡ് വേവ്സ്. ഇൻഫ്രാറെഡ് വേവ്സിൻ്റെ പ്രത്യേകതകൾ നമ്മുടെ നിയർലി വിസിബിൾ ലൈറ്റിനോട് അടുത്ത ഫ്രീക്വൻസിയുള്ള റേഡിയേഷൻ ആണ് ഇൻഫ്രാറെഡ് എന്ന് പറയുന്നത്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹോട്ട് ബോഡീസിൽ നിന്നും മോളിക്യൂൾസിൽ നിന്നുമാണ് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹീറ്റ് വേവ്സ്. ദെൻ അതേപോലെ തന്നെ മറ്റൊന്നാണ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മെയിൻറ്റെയിനിങ് ദ ആവറേജ് ടെമ്പറേച്ചർ ഓൺ ദ എർത്ത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഭൂമിയിലെ ആവറേജ് ടെമ്പറേച്ചർ നിലനിർത്തുന്ന വേവ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫ്രാറെഡ് വേവ്സ് ആണ്. അതേപോലെ തന്നെ അടുത്താണ് യൂസർ ഇൻ സ്വിച്ചസ് റിമോട്ട്. നമ്മുടെ റിമോട്ടിലെ സ്വിച്ചുകളിൽ ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് വേവ്സ് ആണ്. ദെൻ അടുത്തതാണ് വിസിബിൾ ലൈറ്റ്. വിസിബിൾ ലൈറ്റിനെ കുറിച്ച് പറയുന്നില്ല, കാരണം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതിനുശേഷമാണ് വിസിബിൾ ലൈറ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിനുശേഷമാണ് അൾട്രാ വയലറ്റ് വരുന്നത്. അൾട്രാ വയലറ്റിൻ്റെ പ്രത്യേകതകൾ ദയവായി പ്രൊഡ്യൂസ്ഡ് ബൈ സ്പെഷ്യൽ ലാമ്പ് ഓർ ഹോട്ട് ബോഡീസ്. സ്പെഷ്യൽ ലാമ്പുകളിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ്സ് ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ് അൾട്രാ വയലറ്റ് റേസ് ആണ് കേട്ടോ. അതേപോലെ തന്നെ ഡ്യൂ ടു ഇറ്റ്സ് ഷോർട്ടർ വേവ് ലെങ്ത്, വളരെ ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ള വേവ്സും അൾട്രാ വയലറ്റ് വേവ് ലെങ്സ് ആണ്. ഷോർട്ടർ വേവ് ലെങ്ത് മൂലം അത് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻ ആണ് പറയുന്നത് കേട്ടോ. ഡ്യൂ ടു ഇറ്റ്സ് ഷോർട്ടർ വേവ് ലെങ്ത് UV radiations can be focused into narrow beam for high precision applications such as eye surgery. ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഐ സർജറിക്ക് ഉപയോഗിക്കുന്ന ഏതാണ് അൾട്രാ വയലറ്റ്. UV റേഡിയേഷൻ ആണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഐ സർജറിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. എയർ പ്യൂരിഫയേഴ്സിൽ ജെംസിനെയൊക്കെ കിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏതാണ് അൾട്രാ വയലറ്റ് റേഡിയേഷൻ ആണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ കെൻറ്റിൻ്റെയൊക്കെ പ്യൂരിഫയർ നോക്കുകയാണെങ്കിൽ അതും എഴുതി വെച്ചാണ് UV എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, UV സ്റ്റെബിലൈസർ എന്നൊക്കെ പറഞ്ഞിട്ട് പ്യൂരിഫൈഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, സോ അത് ഒരു കണക്ഷന് വേണ്ടി പറഞ്ഞാണ്, ഒരു ടിപ്പായിട്ട് പറഞ്ഞാണ് അങ്ങനെ കണക്ട് ചെയ്ത് പിടിക്കാനായിട്ട്. ഓക്കെ, യെസ്. അടുത്താണ് ദേ കോസ് ടാനിങ് ഓഫ് ദ സ്കിൻ. യെസ്, ഒരുപാട് ആൾക്കാർക്ക് വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്, അതായത് ടാനിങ് ഓഫ് സ്കിൻ. ഓക്കെ, അതിന് കാരണമാകുന്നതും ഏത് റേഡിയേഷനാണ്? അൾട്രാ വയലറ്റ് റേഡിയേഷനാണ്. ഓക്കെ, അതിനുശേഷം വരുന്നതാണ് നമ്മുടെ എക്സ്റേസ്. എക്സ്റേസ് എന്തിനു വേണ്ടിയാണ് പ്രധാനമായിട്ട്? എക്സ്റേ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദേ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ബോംബാർഡിങ് എ മെറ്റൽ ടാർഗറ്റ് ബൈ ഹൈ എനർജി ഇലക്ട്രോൺ. ഹൈ എനർജി ഇലക്ട്രോൺസ് ഒരു മെറ്റൽ ടാർഗറ്റിൽ വന്ന് ബോംബാർഡ് ചെയ്യാം, കൂട്ടിയിടിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? അവിടുന്ന് എക്സ്റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ദേ ആർ യൂസ്ഡ് ആസ് ഡയഗ്നോസ്റ്റിക് ടൂൾ. ഓക്കെ, എക്സ്റേ എന്തെങ്കിലും എന്താണ് ഒടിവോ ചതവൊക്കെ ആയിട്ട് വരുമ്പോൾ ഡോക്ടർ എന്താണ് എക്സ്റേ എടുക്കാൻ പറയും. അതാണ് പറയുന്നത് ഡയഗ്നോസ്റ്റിക് ടൂൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ ദ വേവ് ലെങ്ത് റേഞ്ച് കവേഴ്സ് ഫ്രം എബൌട്ട് 10⁻⁻8 to 10⁻13 ആണ് എക്സ്റേസിൻ്റെ വേവ് ലെങ്ത് വരുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ, ദാറ്റ് ഈസ് ഗാമ റേഡിയേഷൻസ്.
അപ്പർ ഫ്രീക്വൻസി റേഞ്ച് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. ഏതാണത്? ഗാമ റേഡിയേഷൻസ് ആയിരിക്കും. അതേപോലെ തന്നെ വേവ് ലെങ്ത്, ഗാമ റേഡിയേഷൻ്റെ വേവ് ലെങ്ത് 10⁻⁻10 മുതൽ 10⁻⁻14 വരെയാണ് ഗാമ റേഡിയേഷൻസ് വരുന്നത്. അതേപോലെ തന്നെ ക്യാൻസർ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഗാമ റേഡിയേഷൻസ് ആണ്. അതേപോലെ തന്നെ ദിസ് ഹൈ ഫ്രീക്വൻസി റേഡിയേഷൻസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ഷൻസ് ആൻഡ് ആർ എമിറ്റഡ് ഫ്രം ഹൈ എനർജി റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയൈ. യെസ്, ഇനി ഇത്രയും കാര്യങ്ങൾ ആണ് പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞത്. അതിൽ തന്നെ ഒരുപാട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് യൂസസ് ഓരോന്നിൻ്റെയും യൂസസും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ജസ്റ്റ് പ്രധാനപ്പെട്ട യൂസുകൾ, അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള യൂസുകളാണ്, ഒന്ന് റിവൈൻഡ് ചെയ്യാം. റേഡിയോ വേവ്സ് എന്തിനു വേണ്ടിയാണ്? റേഡിയോ കമ്മ്യൂണിക്കേഷൻ, സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ റേഡിയോ വേവ്സ് ആണ് ഉപയോഗിക്കുന്നത്. മൈക്രോവേവ്സ് ആണെങ്കിൽ റഡാർ, സാറ്റലൈറ്റ്, മൈക്രോവേവ് ഓവൻ, മൊബൈൽ ഫോൺസ്, ഇതിലൊക്കെ ഉപയോഗിക്കുന്നത് ഏതാണ്? മൈക്രോവേവ്സ് ആണ്. അതേപോലെ തന്നെ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് എന്തിനു വേണ്ടി, ഇൻഫ്രാറെഡ് വേവ്സ് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? ഇൻഫ്രാറെഡ് ക്യാമറയും അതേപോലെ തന്നെ ഫിസിയോതെറാപ്പിയിലൊക്കെ യൂസ് ചെയ്യുന്നത് ഇൻഫ്രാറെഡ് വേവ്സ് ആണ്. അതേപോലെ തന്നെ അൾട്രാവയലറ്റ് ആണ് വാട്ടർ പ്യൂരിഫയർ. അതേപോലെ തന്നെ പിന്നെ ഈ സ്റ്റെബിലൈസ് ചെയ്യാൻ നമ്മുടെ സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ സ്റ്റെബിലൈസ് ചെയ്യാൻ, അതേപോലെ തന്നെ അങ്ങനത്തെ പിന്നെ നമ്മളുടെ സ്കിന്നിൽ വൈറ്റമിൻ ഡി ഉണ്ടാക്കുന്നത് ആരാണ്? ഈ പറഞ്ഞ പോലെ അൾട്രാവയലറ്റ് റേഡിയേഷൻസ് ആണ് കേട്ടോ. യെസ്, എക്സ്റേയുടെ കാര്യം പറയുകയാണെങ്കിൽ എക്സ്റേ ഫോട്ടോഗ്രാഫ്, ഹ്യൂമൻ ബോഡിയുടെ എക്സ്റേ എടുക്കാനായിട്ട്. അതേപോലെ തന്നെ ഗാമ റേഡിയേഷൻസ് ആണെങ്കിൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കും. പിന്നെ സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അതേപോലെ തന്നെ മെറ്റൽസിൽ, അത് ഇരുമ്പ് പാലങ്ങൾ, അതേപോലത്തെ വലിയ മെറ്റൽ ആയിട്ടുള്ള മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളിൽ എന്തെങ്കിലും ക്രാക്സോ പൊട്ടലുകളോ വിള്ളലുകളോ ഉണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി എന്ത് ഉപയോഗിക്കും? ഗാമ റേഡിയേഷൻസ് ആണ് യൂസ് ചെയ്യുക കേട്ടോ. ദെൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ഒരു ചിത്രം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ട്രിക് വേവും ഇലക്ട്രിക് ഫീൽഡും അതേപോലെ മാഗ്നറ്റിക് ഫീൽഡും എന്താണ്? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രിക് ഫീൽഡിനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? സോ ഇലക്ട്രിക് ഫീൽഡിനുള്ള ഇക്വേഷൻ ആണ് എന്താ പറയുന്നത്? E=E0 sin kx - ωt. അതേപോലെ മാഗ്നറ്റിക് ഫീൽഡിനുള്ള ഇക്വേഷൻ എന്താണ്? B=B0 sin kx - ωt. ഇവിടെ E0യും സപ്പോസ് ഓക്കെ, ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഇതാണെങ്കിൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാക്സിമം പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? E0 എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാക്സിമം പോയിന്റാണ് എന്തെന്ന് പറയുന്നത്? B0 എന്ന് പറയുന്നത്. അപ്പോൾ E0യും B0യും തെറ്റിപ്പോരുത് കേട്ടോ. ദെൻ അതേപോലെ തന്നെ യെസ്, ഒമേഗ എന്ന് പറയുന്നതിലെ ആംഗുലാർ ഫ്രീക്വൻസിയാണ്. കെ എന്ന് പറയുന്നത് വേവ് നമ്പറാണ്. സോ ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി ഇക്വേഷൻ ആണ്. ഒമേഗ =2π/t. അതേപോലെ തന്നെ കെ വേവ് നമ്പറിൻ്റെ ഇക്വേഷനാണ് 2π/λ. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മോസ്റ്റ് പ്രോബബിൾ ക്വസ്റ്റ്യൻസ്. ഇതിൽ ഈ ലാസ്റ്റ് സ്ലൈഡിൽ ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത് മെജോറിറ്റിയും പ്രോബ്ലം സെക്ഷനിലാണ് വരാറ്. ഒരു പ്രോബ്ലം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോവുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.